ലോകാരോഗ്യ സംഘടന എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 1. എയ്ഡ്സ് പ്രതിരോധ ദിനമായി ആചരിക്കുന്നത് എന്ന്? മെയ് 18. എയ്ഡ്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അക്വൈർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സ് ബോധവൽക്കരണ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശവുമായി ബന്ധപ്പെട്ട ട്രെയിൻ ഏത്? റെഡ് റിബൺ എക്സ്പ്രസ്. എയ്ഡ്സ് ബാധിതരോടുള്ള സഹാനുഭാവത്തിൻ്റെ പ്രതീകം എന്ത്? റെഡ് റിബൺ. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ സൗജന്യ എയ്ഡ്സ് ചികിത്സാ പദ്ധതി ഏത്? ഉഷസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്? HIV വൈറസ്. HIV എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എയ്ഡ്സ് വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് ആര്? ഡോക്ടർ റോബർട്ട് ഗാലോ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ച ഡോക്ടർ ആര്? ഡോക്ടർ സുനിധി സോളമൻ. എയ്ഡ്സ് ബോധവൽക്കരണ പരിശോധനയും ചികിത്സയും നൽകുന്ന കേരളത്തിലെ സെൻറ്റർ ഏത്? ജ്യോതിസ് ICTC. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം ഏത്? 1987. HIV-2 എന്ന വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് ആര്? ഡോക്ടർ ലൂക്ക് മോൺ ടാഗ്നിയർ. ഇന്ത്യയിൽ ആദ്യം എയ്ഡ്സ് കണ്ടെത്തിയ വർഷം ഏത്? 1986. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് കണ്ടെത്തിയത് ഏതു വർഷം? 1988. എയ്ഡ്സ് വൈറസിൻ്റെ ശക്തി കുറച്ച് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന ചികിത്സ ഏത്? ART ചികിത്സ. കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ചെയർമാൻ ആര്? ചീഫ് സെക്രട്ടറി. ഇന്ത്യയിൽ എയ്ഡ്സ് ബാധിതർ കൂടുതലുള്ള സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. എയ്ഡ്സ് ദിനം ആചരിച്ചു തുടങ്ങിയത് ഏതു വർഷം മുതലാണ്? 1988 ഡിസംബർ 1 മുതൽ. സമ്പൂർണ്ണ എയ്ഡ്സ് സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏത്? പാലക്കാട്. എയ്ഡ്സ് ഏത് തരം രോഗമാണ്? പാൻഡമിക്. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ ഉള്ള രാജ്യം ഏത്? സൗത്ത് ആഫ്രിക്ക. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏത്? പത്തനംതിട്ട. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? അമേരിക്ക 1981. എയ്ഡ്സ് രോഗനിർണയത്തിനുള്ള പ്രാഥമിക പരിശോധന ഏത്? എലിസ ടെസ്റ്റ്. എലിസ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസ്സേ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏത്? തമിഴ്നാട്. ദരിദ്ര രാജ്യങ്ങളിലെ എയ്ഡ്സ് ബാധിതർക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ പദ്ധതി ഏത്? ബൈഫാ ഇനീഷ്യേറ്റീവ്.
ദേശീയ എയ്ഡ്സ് രോഗനിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ സ്ഥാപിച്ച എയ്ഡ്സ് രോഗനിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തൃശൂർ മെഡിക്കൽ കോളേജ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ രാജ്യം ഏത്? ക്യൂബ. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? തായ്ലൻഡ്. എയ്ഡ്സ് എന്ന പേര് നൽകിയ വർഷം ഏത്? 1982. ലൂക്ക് മൊണ്ടെയ്നർ, ഫ്രാൻകോയിസ് ബാരിസിനോസി എന്നിവർക്ക് എയ്ഡ്സ് വൈറസിൻ്റെ കണ്ടുപിടുത്തത്തിന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏത്? 2008. എയ്ഡ്സ് സ്ഥിരീകരിക്കാനായി നടത്തുന്ന ടെസ്റ്റ് ഏത്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. എന്താണ് അക്യൂട്ട് HIV സിൻഡ്രോം? HIV അണുബാധയ്ക്ക് തൊട്ടു പിന്നാലെ രോഗിക്ക് അസുഖം ബാധിച്ച ഘട്ടം. ഏത് US പ്രസിഡന്റിൻ്റെ പ്രസംഗത്തിൻ്റെ സ്മരണയ്ക്കായാണ് ലോക എയ്ഡ്സ് വാക്സിൻ ദിനം ആചരിക്കുന്നത്? ബിൽ ക്ലിൻ്റൺ. ഉത്തരേന്ത്യയിലെ ആദ്യ മോഡൽ എയ്ഡ്സ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെൻറ്റർ ആരംഭിച്ചത് എവിടെ? ബീഹാർ. നാഷണൽ എയ്ഡ്സ് STD കൺട്രോൾ പ്രോഗ്രാം ഏത് വിഭാഗത്തിൻ്റെ കീഴിലാണ് വരുന്നത്? സെൻട്രൽ സെക്ടർ സ്കീം. HIV വൈറസ് ഉൾപ്പെടുന്ന വിഭാഗം ഏത്? RNA വിഭാഗം, റിട്രോവൈറസ്. റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് ആരാണ്? വിഷ്വൽ എയ്ഡ്സ്. ലോക എയ്ഡ്സ് ദിനം 2023 തീം എന്താണ്? ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലെഡ്, കമ്മ്യൂണിറ്റികൾ നയിക്കട്ടെ എന്നതാണ് ലോക എയ്ഡ്സ് ദിനം 2023 തീം. ലോക എയ്ഡ്സ് ദിനം 2025 തീം എന്താണ്? തടസ്സങ്ങളെ അതിജീവിക്കുക, എയ്ഡ്സ് പ്രതികരണത്തെ മാറ്റിമറിക്കുക. ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ, ട്രാൻസ്ഫോമിംഗ് ദി എയ്ഡ്സ് റെസ്പോൺസ്.